നമസ്തേ. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ CBSE ക്ലാസ് 6th NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. CBSEയുടെ NCERT ബുക്ക് അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ശബ്ദപരിചയ 1 ഉണ്ട്. അപ്പൊ അതില് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. CBSEയുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 6th ഈ ടെക്സ്റ്റ് ബുക്കാണ്. രുചിര എന്നാണ് പേര്, പ്രഥമ ഭാഗഃ. അപ്പൊ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ശബ്ദപരിചയ എന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ശബ്ദപരിചയ ആ ചാപ്റ്ററിൽ നമ്മൾ പുല്ലിംഗ ശബ്ദമാണ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ സാൻസ്ക്രിറ്റ് ഗ്രാമർ തുടങ്ങുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പുല്ലിംഗ ശബ്ദ അതായത് മെയിൽ അല്ലെങ്കിൽ ഹി എന്ന് വരുന്നതാണ് പുല്ലിംഗ ശബ്ദ, മെയിൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പുല്ലിംഗ ശബ്ദ എൻഡ് ചെയ്യുന്നത് അഹ എന്ന് വരുന്നതായിരിക്കും വാക്ക്. അഹ എന്ന് വരുന്ന എൻഡിങ് ആണ് പുല്ലിംഗ ശബ്ദ, മെയിൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ബാലകഹ എന്ന് പറഞ്ഞ ബോയ്, ഛാത്രഹ എന്ന് പറഞ്ഞ മെയിൽ സ്റ്റുഡൻറ്, സിംഹ ലയൺ, വാനരഹ മങ്കി, അശ്വഹ ഹോഴ്സ്, അധ്യാപക ടീച്ചർ, സൂര്യഹ സൺ, ചന്ദ്രഹ മൂൺ. അതുപോലെ അഹ എന്ന് എൻഡ് ചെയ്യുന്ന നോൺ ലിവിംഗ് തിങ്സും പുല്ലിംഗ ശബ്ദത്തിൽ പെടും. എക്സാമ്പിൾ വൃക്ഷഹ ട്രീ, ചഷകഹ ഗ്ലാസ്, ദൂർഭാഷഹ ടെലിഫോൺ. അപ്പോൾ പുല്ലിംഗ ശബ്ദയില് അഹ എന്ന് എൻഡ് ചെയ്യുന്നത് ഹി മെയിൽ ശബ്ദമാണ് പുല്ലിംഗ ശബ്ദമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച വേർഡ്സ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ. ഏകവചൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഒരാള്. ദ്വിവചൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ, 2 പേര്. ബഹുവചൻ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ ബാലഹ 1 ബോയ്, ബാലവ് 2 ബോയ്സ്, ബാലാഹ മെനി ബോയ്സ്. അതുപോലെ സിംഹഹ സിംഹവ്, സിംഹാഹ ഒരു സിംഹം, 2 സിംഹം, കുറെ സിംഹം. വൃക്ഷഹ വൃക്ഷവ്, വൃക്ഷാഹ 1 ട്രീ, 2 ട്രീ, മെനി ട്രീ. അപ്പോൾ ഓരോ പുല്ലിംഗ ശബ്ദവും നമുക്ക് ഈ രീതിയിൽ വേണം ഏകവചനായിട്ടും ദ്വിവചനായിട്ടും ബഹുവചനായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ. ഇതും നമ്മൾ സാൻസ്ക്രിറ്റ് ഗ്രാമർ ടോപ്പിക് തുടങ്ങിയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുല്ലിംഗത്തിൽ വരുന്ന വേർഡ്സ് നമുക്ക് ഏകവചൻ, ദ്വിവചൻ, ബഹുവചനായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ അത് നമ്മൾ ഈ വരുന്ന വേർഡ്സ് അതിൻ്റെ പ്രോനൗൺ എന്താണെന്ന് പഠിക്കാം. ബാലഹ, ബാലവ്, ബാലാഹ. അപ്പോൾ അതിൻ്റെ പ്രോനൗൺ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മുടെ ദൂരെയുള്ള ഒരു വ്യക്തിനെയാണ് പറയുന്നതെങ്കിൽ സഹ, തൗ, തേ. അതുപോലെ ഏഷഹ, ഏതൗ, ഏതേ. നമ്മുടെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് പറയുന്നതെങ്കിൽ ഏഷഹ, ഏതൗ, ഏതേ. സഹ, തൗ, തേ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയുന്നത്. ഏഷഹ, ഏതൗ, ഏതേ എന്ന് പറഞ്ഞാൽ ഇവൻ. നമ്മുടെ അടുത്തുള്ളതാണെങ്കിൽ ഏഷഹ, ഏതൗ, ഏതേ. ദൂരെയുള്ളതാണെങ്കിൽ സഹ, തൗ, തേ. അപ്പോൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ സഹ ബാലഹ ഏകവചനാണെങ്കിൽ ഒരു കുട്ടീനെ ഞാൻ പറയുന്നെങ്കിൽ സഹ ബാലഹ. തൗ ബാലവ് 2 പേരാണെങ്കിൽ തൗ ബാലവ്, തേ ബാലാഹ. ബഹുവചനാണെങ്കിൽ തേ ബാലാഹ. അല്ലെങ്കിൽ അടുത്തുള്ളതാണെങ്കിൽ ഏഷഹ ബാലഹ, ഏതൗ ബാലോ, ഏതേ ബാലാഹ. അതുപോലെ ബാക്കി പുല്ലിംഗ ശബ്ദം വൃക്ഷഹ, സൂര്യഹ, അതും ഇതുപോലെ സഹ, തൗ, തേ, ഏഷഹ, ഏതൗ, ഏതേ. അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ സിംഗുലർ, ഡ്യുവൽ, പ്ലൂറലിലും പ്രോനൗൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സാൻസ്ക്രിറ്റ് ഗ്രാമർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്, അത് നോക്കിയാൽ മതി. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്നു, കളിക്കുന്നു, ഓടുന്നു, എഴുതുന്നു, അങ്ങനത്തെ. അപ്പോൾ ആ ആക്ടിവിറ്റീസ് നമ്മൾ സിംഗുലർ ആയിട്ടും ഡ്യുവൽ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനും പഠിച്ചിരുന്നു. അപ്പോൾ ഈ പുല്ലിംഗ ശബ്ദം വരുമ്പോൾ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ. അപ്പോൾ ആക്ടിവിറ്റീസ് പഠതി, പഠതഹ, പഠന്തി. പഠതി എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കുന്നു, പഠതഹ എന്ന് പറഞ്ഞാൽ 2 പേര് പഠിക്കുന്നു, പഠന്തി എന്ന് പറഞ്ഞാൽ കുറെ പേര് പഠിക്കുന്നു. അപ്പോൾ പുല്ലിംഗ ശബ്ദത്തിൽ ബാലഹ എന്ന വേർഡ്, ബാലഹ പഠതി, ഒരു ആൺകുട്ടി പഠിക്കുന്നു. ബാലോ പഠതഹ 2 ആൺകുട്ടികൾ പഠിക്കുന്നു. ബാലാഹ പഠന്തി, കുറെ ആൺപിള്ളേർ പഠിക്കുന്നു. ഛാത്രഹ ലിഖതി, ഛാത്രഹയും പുല്ലിംഗ ശബ്ദമാണ്. ഛാത്രഹ സ്റ്റുഡന്റ് ഈസ് റൈറ്റിംഗ്. ഛാത്രൗ ലിഖതഹ, ഛാത്രൗ ലിഖതഹ എന്ന് പറഞ്ഞാൽ 2 സ്റ്റുഡൻസ് എഴുതുന്നു. ഛാത്രാഹ ലിഖന്തി, കുറെ സ്റ്റുഡൻസ് എഴുതുന്നു. സിംഹഹ സിംഹൗ സിംഹാഹ,
സിംഹ വരുമ്പോ ധാവതി ഓടുന്നു. സിംഹൗ ധാവതഃ. ദിവസൻ വരുമ്പോ തഹ. സിംഹഃ ധാവന്തി. പ്ലൂറൽ വരുമ്പോ ധാവന്തി ഇന്തി എന്ന് എൻഡിങ് വരും. അതുപോലെ ഗജഃ ചലതി. ആന നടക്കുന്നു. ഗജൗ ചലതഃ. 2 elephants walking. ഗജാഹ ചലന്തി. many elephants are walking. അപ്പോ എൻഡിങ് വരുമ്പോ ശ്രദ്ധിക്കണം. ബാലഹ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അപ്പോ എൻഡിങ് വരുമ്പോ തി എന്നായിരിക്കും വരുന്നത്. ബാലവ് 2 പേരുണ്ട്. അപ്പോ തഹ എന്ന് വരും. ബാലാഹ കൂടുതൽ വരുമ്പോ ഇന്തി. പടന്തി, ലിഖന്തി, ധാവന്തി. ഇവിടെ പടതഹ, ലിഖതഹ, ധാവതഹ അങ്ങനെ വരും. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ശബ്ദപരിചയ എളുപ്പത്തിൽ മനസ്സിലാക്കാം.